5 കിലോയിൽ കൂടുതൽ വെയിറ്റ് എടുക്കുന്നത് പോലും നമ്മുടെ സ്പൈന് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നല്ലൊരു വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്ഷതം വരുന്നത് നമ്മുടെ ഡിസ്കിനായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഈ നട്ടലിൻ്റെ 2 സൈഡിലുമായിട്ട് മസിൽസ് ഉണ്ട് ബാക്കിലെ. അതിൻ്റെ പേരാണ് പാരാസ്പൈനൽ മസിൽസ്, പേശികൾ. അപ്പോൾ ആ മസിൽസിനും ക്ഷതം വരാം നമ്മൾ വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെ നട്ടിൽ വളച്ചിട്ടുള്ള എന്തെങ്കിലും ജോലി എടുക്കുമ്പോഴോ. അപ്പോൾ ഈ ഡിസ്കിന് പ്രശ്നം വരാം, അതുപോലെ മസിൽസിനും പ്രശ്നം വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ ജോയിൻസിനും 2 കശേരുക്കൾക്ക് ഇടയിലുള്ള ജോയിൻസിനും നീർക്കെട്ട് വരാം. അപ്പോൾ ഈ ഡിസ്കിന് കീറൽ വരാം. അപ്പോൾ ഡിസ്കിന് കീറൽ വന്നാലോ പേശികൾക്ക് പാരാസ്പൈനൽ മസിൽസിന് ക്ഷതം വന്നാലോ നമുക്ക് സിവിയർ വേദന വരും. അപ്പോൾ ആ സിവിയർ വേദന ഒരു ഫ്യൂ ഡേയ്സ് ഉണ്ടാവും, അതിന് മരുന്ന് കഴിക്കേണ്ടി വരും. പിന്നെ തനിയെ 2-3 മാസം കൊണ്ടത് മാറും. അപ്പോൾ ആ സമയത്ത് നമുക്ക് മരുന്നുകൾ എടുക്കാം, മസാജ് എടുക്കാം, ഫിസിയോതെറാപ്പി, എക്സസൈസ് ഒക്കെ എടുക്കാം, തനിയെ മാറുന്നതാണ്. ഇനി ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് സംഭവമാണ്. അപ്പോൾ അതിന് ചുറ്റിനും കുറച്ച് കട്ടിയുള്ള ഒരു കവറിങ് പോലെയുണ്ട്. അപ്പോൾ അത് ചിലപ്പം പൊട്ടി ഈ ഡിസ്ക് വെളിയിലോട്ട് വരാം. അപ്പോൾ ഡിസ്ക് വെളിയിലോട്ട് വന്നാൽ നമുക്ക് ഈ രൂപത്തിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു റെഡ് കാണിച്ചേക്കുന്നത് കണ്ടില്ലേ, അത് ഡിസ്ക് വെളിയിൽ വന്നതുപോലെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വെളിയിൽ വരുമ്പോൾ എന്താണ് സൈഡിലോട്ടുള്ളത്? നമ്മുടെ നെർവ്. അപ്പോൾ നെർവിൽ കൊള്ളാം. അപ്പോൾ ഡിസ്ക് ബൾജ് വെളിയിൽ ഇറങ്ങി വന്ന് നെർവിനെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാലിലോട്ട് തരിപ്പും വേദന ഇറങ്ങും. അപ്പോൾ അതിന് പെരിഫറലൈസേഷൻ എന്നാണ് പറയുന്നത്. അത് നല്ല കാര്യമല്ല. അപ്പോൾ ഒരാൾക്ക് ബാക്ക് പെയിൻ മാത്രമേ ഉള്ളൂ, ജസ്റ്റ് നട്ടലിൽ വേദനയേ ഉള്ളെങ്കിൽ അതിനർത്ഥം കാര്യമായ നെർവ് പ്രശ്നങ്ങളില്ല, അതായത് നെർവിനെ കംപ്രസ് ചെയ്യുന്നില്ല. കാലിലോട്ട് വേദനയും തരിപ്പും ഇറങ്ങുന്നുണ്ട്, അതിനർത്ഥം കാലിലോട്ട് ഞരമ്പിനെ കൊള്ളുന്നുണ്ട്. അപ്പോൾ കാലിലാണ് വേദനയും തരിപ്പുമെങ്കിലും നെർവ് കംപ്രഷൻ ഉള്ളത് നട്ടലിലാണ്. അപ്പോൾ പെരിഫറലൈസേഷൻ ആണ് അതിന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക് ബാക്കിലോട്ട് ഇറങ്ങി സുഷുമ്നാ നാഡി അവിടെയാണ് ഇരിക്കുന്നത്, അതിനെ കൊള്ളാം. അപ്പോൾ കാലിന് ബലക്ഷയം വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്യണം. അപ്പോൾ സുഷുമ്നാ നാഡി കൊള്ളുന്നുണ്ട്, അതിനെ മൈലോപ്പതി എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും സർജറി ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മലമൂത്ര വിസർജനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഞരമ്പുകൾ കൊള്ളാമെന്ന്. അപ്പോൾ അങ്ങനെ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സർജറി ചെയ്യേണ്ടി വരും. സർജിക്കൽ എമർജൻസിയാണ്. കാരണം നമ്മൾ പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ പെർമനൻ്റ്ലി നമുക്ക് ബ്ലാഡർ ബവൽ കൺട്രോൾ പോവും. അപ്പോൾ അതൊരു എമർജൻസിയാണ്. മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് നടുവേദനയുടെ? ഇപ്പം ഫേസറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫേസറ്റ് ജോയിൻറ്റിൽ നീർക്കെട്ട് വരുന്നാലും നമുക്ക് നടുവേദന വരാം. പിന്നെ അതുപോലെ തന്നെ നട്ടലിൽ വരുന്ന ഇൻഫെക്ഷൻസ്, നട്ടലിൽ വരുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ് TB, ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗം. അപ്പോൾ ക്ഷയരോഗം ഉള്ളവർക്ക് നട്ടലിൽ ഇത് പടർന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ സിവിയർ ആയിട്ടുള്ള നൈറ്റിലായിരിക്കും സിവിയർ ആയിട്ടുള്ള ബാക്ക് പെയിൻ. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവാം, വിട്ടുമാറാത്ത പനി, ചുമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം.